മലപ്പുറം പൊന്നാനിയിൽ വീട് ജപ്തി ചെയ്തതിന് പിന്നാലെ വീട്ടമ്മ മരിച്ചു. പൊന്നാനി പാലപ്പെട്ടി സ്വദേശി ഇടശ്ശേരി മാമിയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് വീട് ജപ്തി ചെയ്തത്. മകൻ ആലി അഹമ്മദ് 2020 പാലപ്പെട്ടി SBIയിൽ നിന്നും 25 ലക്ഷം രൂപ വായ്പ എടുത്തതിൽ 42 ലക്ഷം രൂപ തിരിച്ചടയ്ക്കാൻ ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, എപ്പോഴാണ് ജപ്തി നടപടികൾ ഉണ്ടായത്? ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. ലക്ഷ്മി, ഇന്നലെയാണ് SBIയുടെ പാലപ്പെട്ടി ബ്രാഞ്ച് ഈ വീട് ജപ്തി ചെയ്യുന്നത്. ഈ വീട്ടിൽ ഈ സമയത്ത് ഈ മാമിയും ഒപ്പം തന്നെ മകൻ്റെ കുടുംബവും ഭാര്യയും മക്കളുമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നു. 2020 ഈ ആലി അഹമ്മദ് ഈ വായ്പ എടുക്കുന്ന ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ 2022 ആലി അഹമ്മദ് വിദേശത്തേക്ക് പോകുകയും ചെയ്തു. അതിനുശേഷം അബുദാബിയിലെത്തിയ ആലി അഹമ്മദിനെ കുറിച്ച് പിന്നീട് ഒരു വിവരവുമില്ല. മകനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതെ ഈ വായ്പ എടുത്ത മകൻ അങ്ങനെ കാണാതാവുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇവർക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യവുമായി. ഇതിനിടയിലാണ് ഈ വായ്പാ തുക ഏകദേശം 42 ലക്ഷം രൂപയായി വർദ്ധിച്ചു. ബാങ്ക് പലതവണ നിർദ്ദേശം ഉന്നയിച്ചു, നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തു. ഇവർക്ക് പക്ഷേ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെയായിരുന്നു ഈ ബാങ്ക് വന്ന് ഈ വീട് ജപ്തി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവരെ പിന്നീട് അടുത്തുള്ള മറ്റൊരു മകൻ്റെ വീട്ടിലേക്ക് താമസം മാറി. ഇന്ന് രാവിലെയാണ് മകൻ്റെ വീട്ടിൽ വെച്ച് ഈ മാമി മരണം സംഭവിക്കുന്നത്. 82 വയസ്സുണ്ട്. പക്ഷേ അവരുടെ മാനസിക സംഘർഷം തന്നെയാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ടായത് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം മകനെ കാണാതായി 3 വർഷത്തിലധികമായി. ഈ വായ്പ എടുത്ത മകനാണ്. ഈ മകൻ എവിടെയാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയതിനു ശേഷം ഒരു വിവരവുമില്ലാത്ത മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം അവർ നേരിടുന്നുണ്ട്. അതിനിടയിലാണ് ഈ ജപ്തിയും ഉണ്ടായത്. അവയെല്ലാം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഈ മരണത്തിലേക്ക് തന്നെയാണ് ബന്ധുക്കളും പറയുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അത്യന്തം സങ്കടകരമായ വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്.